വസുന്ധര രാജെ എന്ന മുതിർന്ന BJP നേതാവ്, നമുക്കറിയാം രാജ്നാഥ് സിംഗിന്റെയും ഒക്കെ സമകാലികയായിട്ടുള്ള സുഷമ സ്വരാജിന്റെയും അതുപോലെ തന്നെ പല മുതിർന്ന BJP നേതാക്കളുടെയും ശിവരാജ് സിംഗ് ചൗഹാന്റെയും ഒക്കെ സമകാലികരായിട്ടുള്ള ഒരു നേതാവാണ് ഈ പറയുന്ന വസുന്ധര രാജെ സിന്ധ്യ. അവരെ പാർട്ടിയിൽ നിന്നും ഒതുക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. രാജസ്ഥാനിൽ അധികാരം തിരിച്ചു കിട്ടിയിട്ടും വസുന്ധരയെ മുഖ്യമന്ത്രിയാക്കാൻ BJP തയ്യാറാകാതെ ബ്രാഹ്മണനായ ഭജൻലാൽ ശർമ്മയാണ് അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. സിന്ധ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയായിരുന്നു. എന്നാൽ 20-ൽ കൂടുതൽ MLA-മാർ സിന്ധ്യയോടൊപ്പം എപ്പോ വേണമെങ്കിലും മറുകണ്ഠം ചാടാൻ ഇരിക്കുന്നു എന്നത് BJP-യെ ഭയപ്പെടുത്തുന്ന കാര്യമായതുകൊണ്ട് തന്നെ നിയമസഭയ്ക്കകത്ത് പോലും ക്യാമറകൾ വെച്ചുകൊണ്ട് കൃത്യമായും ഇവരുടെ നീക്കം, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ള സംസാരമെല്ലാം ഒപ്പിയെടുക്കുന്ന രീതിയിൽ ക്യാമറകൾ സ്ഥാപിക്കാനും രഹസ്യ നീക്കത്തിനും വേണ്ടി ഉള്ള ശ്രമമാണ് നടക്കുന്നത്. അതായത് എപ്പോ വേണമെങ്കിലും ഒരു കുതിര കച്ചവടം നടന്നേക്കാം, രാജസ്ഥാനിൽ അട്ടിമറി ഉണ്ടായേക്കാം എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് BJP നേതാക്കൾ നീങ്ങുന്നത്. നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും വസുന്ധരയ്ക്ക് ക്യാബിനറ്റ് സ്ഥാനമോ അല്ലെങ്കിൽ പ്രത്യേക പദവിയോ ഒന്നും തന്നെ നൽകിയില്ല. അവരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കി. അവർ കേവലം ജാൽറ പത്താൻ എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിലെ MLA മാത്രമാണ്. ഒന്ന് ആലോചിക്കൂ, ഏറ്റവും മുതിർന്ന നേതാവ്, BJP-യുടെ മുഖ്യമന്ത്രിയായിരുന്ന 2 തവണ 2003 മുതൽ 2008 വരെയും 13 മുതൽ 18 വരെയും മുഖ്യമന്ത്രിയായിരുന്ന ഒരു വനിതാ നേതാവ്, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ BJP-യിലെ ഏറ്റവും ശക്തിയായ സുഷമ സ്വരാജിന് ശേഷം ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കരുത്തുറ്റ വനിതാ നേതാവായ വസുന്ധരയാണ് ഒരു രീതിയിലും പ്രാധാന്യം കൊടുക്കാതെ ഒതുക്കിയത്. അത് വലിയ തിരിച്ചടിയിലേക്ക് അമിത്ഷായെയും നരേന്ദ്രമോദിയെയും കൊണ്ടെത്തിക്കുമെന്ന് മുരളി മനോഹർ ജോഷിയും അതുപോലെ തന്നെ മുതിർന്ന പല നേതാക്കളും പറയുന്നുണ്ട്. ഗഡ്കരിയും അതുപോലെ തന്നെ വസുന്ധര രാജെ സിന്ധ്യയുടെ സമകാലികരായിട്ടുള്ള പല നേതാക്കളും അമിത്ഷായുടെയും മോദിയുടെയും ഈ വൃത്തികെട്ട കളികൾ, നാറിയ രാഷ്ട്രീയ കളികളിൽ മനമെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ BJP-ക്ക് അറിയാം വലിയ ചരടുവലികൾ നടക്കും. MLA-മാരെ മറുകണ്ഠം ചാടിച്ചാൽ അവിടെ വീണ്ടും ഭരണ അസ്ഥിരത ഉണ്ടാകും. അത് മുൻപോട്ട് പോകുന്ന BJP സർക്കാരിനെ ഒളിച്ചടുക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഒളിക്യാമറകൾ സ്ഥാപിക്കാനും സന്ദേശങ്ങൾ, രഹസ്യ നീക്കങ്ങൾ നിരീക്ഷിക്കാനും പ്രത്യേക സൈബർ വിങ്ങിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഭജൻലാൽ സർക്കാർ.